വരൂ വരൂ, വരണം മാഡം, വരൂ, വരണം വരണം. സാറേ, ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാണ് അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിനായി ഇപ്പൊ ഉത്തമം പറയണ്ട, ഇവരാണല്ലോ ഈ സോളാർ പാനലിന്റെ ആള്, അവര് പറയട്ടെ. അതായത് സാറേ, ഇപ്പൊ ഈ വീടിന്റെ ഉപയോഗത്തിനാണെങ്കിൽ 1 കിലോ വാട്ടിന്റെ ഒരു പ്രോജക്റ്റ് മതി. അത് വെച്ചാൽ ഈ വീട്ടിലെ സകല ആവശ്യങ്ങൾക്കുമുള്ള കറണ്ട് നമുക്ക് ലഭിക്കും. ലൈറ്റ്, ഫാന്, ഫ്രിഡ്ജ്, അയൺ ബോക്സ്, മിക്സി, AC എല്ലാം. ഈ വീട്ടിൽ AC ഇല്ലല്ലോ. എന്താ ഈ സുമിത്ര ഒരു കാര്യം മനസ്സിലാക്കണം. ഈ AC എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ഏസിക്കുള്ള കറണ്ട് കുറച്ചിട്ടുള്ള കറണ്ട് ഇവിടെ ഉണ്ടാക്കിയാൽ മതി. അതിന് എത്ര രൂപ വേണമെന്ന് സാറിനോട് പറഞ്ഞോളൂ. എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ശരിയാക്കാം. 10 ലക്ഷം. 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരണം. ബാക്കി 5 ലക്ഷം പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം തന്നാ മതി. പിന്നെ വേറൊരു ഗുണമുണ്ട് സർ, പ്ലാന്റ് പൂർത്തിയായി കഴിയുമ്പോ 3 ലക്ഷം തിരിച്ചു തരും സബ്സിഡി. 10 ലക്ഷം രൂപയ്ക്ക് സോളാർ പാനലോ? ഒരു വലിയ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാൻ അത് മതിയല്ലോ. ജലവൈദ്യുത പദ്ധതി എവിടെ എടുത്തിട്ടുണ്ടാക്കും? അടുക്കളയ്ക്കാത്ത. സാറേ, ഈ സൗരോർജ്ജ പ്ലാന്റിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനുള്ള കാശ് മാത്രമേ ചെലവാകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 10ന്റെ പൈസ നമുക്ക് ചെലവില്ല. ഈ സൂര്യപ്രകാശം മോളിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ, അത് ഫ്രീ അല്ലേ? അതെ സർ, അതെ. ഈ പ്ലാന്റ് മുറ്റത്ത് സ്ഥാപിച്ചാൽ പിന്നെ കൈയും കെട്ടിയിരുന്ന മാത്രം മതി. നിൽക്കണം. കറണ്ട് വീടിനകത്തുണ്ടാവും. മാസം കറണ്ട് ബില്ലും വരില്ല അല്ലേ? ഫാനും ലൈറ്റും ഒക്കെ തോന്നും പോലെ ഓൺ ചെയ്തിടാം. കാശ് ചെലവില്ലല്ലോ അല്ലേ? ഇപ്പോ അങ്ങനെ ഓൺ ചെയ്തേണ്ട കാര്യം എന്താ? ഊർജം എവിടെയാണെങ്കിലും നശിപ്പിക്കപ്പെടാൻ പാടില്ല. സേവ് എനർജി എന്ന് കേട്ടിട്ടില്ലേ? അല്ല സാർ, ഇപ്പൊ എന്ത് പറയുന്നു? ഒരു പ്ലാന്റ് ബുക്ക് ചെയ്യല്ലേ? ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കണമല്ലോ. ഒന്നാമത്, നമ്മൾ ഈ പണം മുടക്കുന്നത് കൊണ്ടുള്ള ലാഭം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നറിയണം. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു മാസം എനിക്ക് വരുന്ന ചിലവ് വെറും 350 രൂപയാണ്. ഒരു വർഷമാകുമ്പോ അതൊന്നും കൂട്ടണം സർ. ഈ സൗരോർജ്ജത്തിന്റെ ഗുണം വേറെയുണ്ട്. ഒരിക്കലും കറണ്ട് പോവില്ല. കറണ്ട് കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. സൂര്യൻ ഉള്ളിടത്തോളം കാലം കറണ്ടും ഉണ്ടാവും. അതെ, അത് ശരിയാണ്. പക്ഷേ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? മഴക്കാറുള്ളപ്പോ കറണ്ട് കിട്ടുമോ? അല്ല, മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല സർ. നമ്മുടെ ഈ പ്ലാന്റ് മഴയത്തും പ്രവർത്തിക്കും. എങ്ങനെ? നേരിട്ടുള്ള സൂര്യപ്രകാശം കൊണ്ടല്ലേ കറണ്ട് ഉണ്ടാക്കാൻ പറ്റൂ? നോക്കൂ സുമിത്ര, ഞാൻ കെമിസ്ട്രി ഡിഗ്രി എടുത്തത് ക്ലാസ്സിലാണെന്നുള്ള വിവരം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് തന്നെ എന്നോട് പറയുമ്പോ മറ്റുള്ള സാധാരണക്കാരോട് പറയും പോലെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോരാ. സോളാർ പാനൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്ര സൂര്യപ്രകാശം ആവശ്യമുണ്ട്, മഴക്കാലത്ത് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങൾക്കും മോഹനകൃഷ്ണന് വ്യക്തമായ ഉത്തരം വേണം. സുമിത്ര, എനിക്ക് ഞാൻ പോയി ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് വരാം. അത് എഴുതിയെടുക്കണമല്ലോ. വെയിറ്റ് ചെയ്യും. മാഡം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, സാധാരണക്കാരെ പോലെ അല്ല മോഹനേഷ് സാറ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കേറി കെമിസ്ട്രി പറഞ്ഞോളയും. ഞാനാണെങ്കിൽ വളരെ കാര്യമായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് മോഹനേഷ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാഡം തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ഉത്തമ, അതോർത്ത് ഉത്തമം പേടിക്കണ്ട. മോഹനകൃഷ്ണ സാറിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലേ, വിശ്വാമിത്രന് മനസ്സിലായിരിക്കുന്നു. പിന്നെയല്ലേ ഈ മോഹനകൃഷ്ണൻ. അല്ല, ഈ വിശ്വാമിത്രൻ എന്ന് വെച്ചാൽ ഏത് വിശ്വാമിത്രൻ? അതൊക്കെ പറഞ്ഞു തരാം. തൽക്കാലം ഉത്തമൻ കുറച്ചു സമയം പുറത്തിരിക്കേ. ഉത്തമ, ഉത്തമൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പുറത്തിരുന്നാ മതി. ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. കിട്ടി. നീ എവിടേക്കാണോ? ആ സ്ത്രീ സോളാർ പാനലിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള ക്ലാസ് എടുക്കാൻ പോവാ. എന്തെങ്കിലും സംശയം ഉണ്ടേ വാ. എനിക്കൊരു സംശയമില്ല. സംശയമുള്ളവർ പഠിച്ചാൽ മതി. അതല്ല ഭാമേ, വീട്ടിലൊരാൾ വരുമ്പോ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. നീ വാ. എനിക്കൊന്നും കേൾക്കണ്ട, മോനോട് തന്നെ സംസാരിച്ചാൽ മതി.
അവനെ കണ്ടല്ലേ അറിയാം ഇതൊന്നും ശരിയാവാൻ പോകുന്നിട്ടാണ്. ശരിയാകാത്തത് ശരിയാക്കാൻ ഈ മോഹനകൃഷ്ണൻ അറിയാം. നീ ഇവിടെ തന്നെ നിന്നോ, അഹങ്കാരി. അതെ, സുമിത്രയാണ്. എന്താണ് സാറേ, ഇടയായിട്ട് വിളിയൊന്നും കാണുന്നില്ലല്ലോ. ഓ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓ, ആയിക്കോട്ടെ. വേണമെങ്കിൽ ഞാൻ CM-നോടൊന്ന് പറയാം. വേണോ? ഓ, ശരി ശരി. ആ, എന്റെ ഒരു സുഹൃത്തായിരുന്നു ഫോണിൽ. ആള് വലിയൊരു സ്വർണ്ണക്കടക്കാരനാ. പുള്ളിക്ക് ഞങ്ങള് 20 ലക്ഷത്തിന്റെ ഒരു സോളാർ പ്ലാന്റാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോ വേറൊരു ആവശ്യത്തിന് വിളിച്ചതാ. മുഖ്യമന്ത്രിയുടെ ഓഫീസില് നമുക്ക് ചെറിയ ചില സുഹൃത്തുക്കളുണ്ട്. എന്തു പറഞ്ഞാലും കേൾക്കും. പാവം പയ്യന്മാരാ. മോഹനകൃഷ്ണ സാറിന് വല്ല സ്ഥലമാറ്റവും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട, ഞാൻ സംസാരിക്കാം. അല്ല, നമ്മളിപ്പോ അത് പറയാനല്ലല്ലോ വന്നത്. ഈ സോളാർ പാനലിനെ പറ്റി പറയൂ. ഞാൻ ചോദിക്കണമെന്ന് ആലോചിക്കായിരുന്നു. സാറിന്റെ ഭാര്യ എവിടെയില്ലേ? ഉണ്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ടൈപ്പല്ലേ? സത്യത്തിൽ സാറിനെ പോലൊരു വില്ലേജ് ഓഫീസർക്ക് കുറച്ചുകൂടി സ്മാർട്ടായ ഒരു ഭാര്യയാണ് വേണ്ടത്. ഇതിലും സ്മാർട്ടായ ഭാര്യ അതൊക്കെ വേണോ? വേണം സാറേ. സാറിന് ഈ പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിയില്ല. ഞാനിപ്പോ പെണ്ണുങ്ങളെ പറ്റി അറിയാനല്ലല്ലോ നിങ്ങളെ വിളിച്ചത്. സൗരോർജ പ്ലാന്റിനെ പറ്റി പറയൂ. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചാൽ പിന്നെ കറണ്ട് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. സാറിന്റെ ഷർട്ടൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് തേച്ച് വണ്ടി പോലെ ആക്കിയെടുക്കാം. സാറ് ഷർട്ട് എവിടുന്ന് വാങ്ങിയത്? അതല്ലല്ലോ കാര്യം. ഈ സോളാർ പ്ലാന്റ്. സാർ, സോളാർ പ്ലാന്റ് ഒക്കെ ശരിയാക്കാന്നേ. ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം. സാറ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുവോ? എന്തിന്? അതൊക്കെ ഉണ്ട്. സാർ വിളിക്ക്. സാറിനറിയോ എന്നെ ഇങ്ങനെ ആരൊക്കെ വിളിക്കാറുണ്ടെന്ന്? അറിയോ സാറിന്? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്ക് ഇത് തന്നെയാ പണി. പക്ഷേ എനിക്ക് നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. സാറൊന്ന് പോ, കാര്യം നമുക്ക് ഉണ്ടാക്കാലോ. സാർ, സാറിന്റെ ഈ മീശ എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പൗരുഷമുണ്ട് സാറിന്. നീ എന്തിനാ സോളാർ പാനൽ വിൽക്കാനോ എന്റെ മീശ കട്ടി നോക്കാനോ? എന്താ സാർ ഇത്? ആഹാ, ഇപ്പോഴല്ലേ നിന്റെ മനസ്സിൽ പിടികിട്ടിയത്. ഞാൻ ആരാണെന്ന് എനിക്കറിയത്? നീയൊക്കെ ഒന്ന് കണ്ണ് കാണിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുമ്പോ മൂക്കും കുത്തി വീഴുന്ന അവന്മാരൊക്കെ നീ കണ്ടിട്ടുള്ളൂ. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. ഒന്ന് അണിഞ്ഞൊരുങ്ങി മുമ്പിൽ വന്ന് നിന്നാ മോഹനകൃഷ്ണനെ പറ്റിക്കുന്നു വരും നീ. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളി പോയിട്ടില്ല. പിന്നെ നീ അതല്ല മോഹനകൃഷ്ണൻ. ഹലോ, നമസ്കാരം. ഞാൻ സത്യഭാമ, മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യ. ഹലോ. എന്ത് ഹലോ? നിന്റെ ഒന്ന് വേഷം കെട്ടി ഈ വീട്ടിൽ നടക്കാരെന്ന് മോഹനേട്ട പറഞ്ഞാണല്ലോ. പിന്നെ എന്താ താമസം? ഇറങ്ങാൻ നോക്ക്. അത് കൊള്ളാം. ആളെ വിളിച്ചു വരുത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഗുണ്ടായിസം കാണിക്കുന്നു. ദേ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ മന്ത്രി വിളിക്കും. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരക്ഷരം മിണ്ടിയാൽ അടിച്ചിന് പല്ലിയാൻ താഴെയിടും. മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആണുങ്ങളെ പഞ്ചാര അടിച്ച് മയക്കി അവരുടെ കുടുംബജീവനം തകർത്ത് അവളുടെ ഒരു സൗരോർജ്ജ കച്ചവടം. അല്ല വക്കീല, എന്താ പ്രശ്നം? മാഡം എന്താ പ്രശ്നം പറയൂ. എന്താണെന്നറിയോ? താനല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്? അതിനുള്ള അടിയായത്. മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടിനും ഞാൻ വച്ചിട്ടുണ്ട്. തന്നെ ഞാൻ റവന്യൂ വകുപ്പിലൊന്നും വച്ചോണ്ടിരിക്കത്തില്ല. പിന്നെ നിന്റെ അച്ഛനല്ലേ റവന്യൂ വകുപ്പ്? തല്ലല്ലേ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഭ്രാന്തായോ? സോളാർ പാനലിൽ കാശ് മുടക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിവരം എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? വെറുതെ അവരെ ആക്ഷേപിച്ചു വിട്ടതിന്. അവര് വെറും കറക്ക് കമ്പനി ഉത്തമ. എങ്ങനെ? ഞാൻ തന്നെ അവർക്ക് എത്ര ഓർഡറാണ് പിടിച്ചു കൊടുത്തതെന്ന് അറിയാമോ? എനിക്ക് മാന്യമായിട്ടുള്ള കമ്മീഷൻ അവർ തരികയും ചെയ്തു. എന്നിട്ട് സോളാർ പ്ലാന്റ് ഉണ്ടാക്കിയോ? സോളാർ പ്ലാന്റ് ഉണ്ടാക്കുമല്ലോ.
അതിന് സമയം വേണ്ടേ വക്കീലെ? എടുപിടിന്ന് പറ്റുമോ? ഉണ്ടാക്കിയാ കൊള്ളാം. ഞങ്ങൾക്ക് എന്തായാലും അവരുടെ സൗരോർജ്ജ പ്ലാന്റ് വേണ്ട. ഉത്തമച്ചല്ലേ? അല്ലെങ്കിലും അങ്ങനെ തന്നെയാ നല്ലത്. നാരായണൻകുട്ടിക്ക് പിടിക്കൂലല്ലോ. ആരോടാണ് വഴക്കുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുന്ന രണ്ട് ഭാര്യയും ഭർത്താവ്. എന്റെ പൊന്നമ്മ, നിങ്ങളെ സമ്മതിക്കണം. നിങ്ങളെക്കാം ആ സുഖട് തീർന്നു. സോളാർ പ്ലാന്റ് ഉണ്ടാക്കട്ടെ? അതല്ല, ഈ സോളാർ പ്ലാന്റിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവരുടെ പെരുമാറ്റം ഭയങ്കര മോശമായിരുന്നു. അതാ വഴക്കുണ്ടാക്കിയത്. അവരുടെ സംസാരം കേട്ടിട്ട് ഈ സോളാർ പ്ലാന്റും തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നേ. ഒരുപാട് പേർക്ക് പ്ലാന്റ് ശരിയായി കൊടുക്കുന്നതല്ലേ ഉത്തമം പറഞ്ഞത്? ഉത്തമം പറഞ്ഞുകൊണ്ട് അത് ശരിയായിരിക്കും. പിന്നെ ഉത്തമൻ വെറുതെ പറയൂ? ഉത്തമൻ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എനിക്ക് അവരെ അറിഞ്ഞൂടെ. എനിക്ക് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ അത്ര മാത്രമേ എനിക്കറിയാവൂ. അത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വീട് വിട്ട് ഞാൻ നിങ്ങൾക്ക് തരാമേ. അവരെ കണ്ട ഊർജ്ജം തോന്നി. ആ ഊർജ്ജം നിങ്ങൾ കൂടെ പകരുമ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. അല്ലാതെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അവരാണ് എല്ലാ പൈസ എടുത്തോണ്ട് പോയത്. വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കമ്മീഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒന്നും ചെയ്യണ്ട. ഹലോ. അയ്യോ, എന്തിന്? എന്നിട്ട് അയ്യോ, എന്താ പറഞ്ഞിട്ടാ? ഉത്തമനെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലി. ആശുപത്രിയില്ല. എന്തിന്? ഈ അന്നത്തെ സോളാർ പ്ലാന്റില്ലേ, ഉത്തമൻ കുറെ പേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊടുത്തിരുന്നു. സംഗതി തട്ടിപ്പാണെന്നറിഞ്ഞ് ആളുകൾ സംഘടിച്ച് ഉത്തമനെ തിരക്കി ചെന്നു. ഉത്തമൻ മറ്റേ സ്ത്രീയെ വിളിച്ചു. അവർ മുങ്ങുകയും ചെയ്തു. പോലീസ് ഇപ്പൊ അവരന്വേഷിച്ചടക്ക. മോഹനേട്ടൻ അന്നെന്താ പറഞ്ഞത്? ഉത്തമൻ ഒരു കാര്യം പറഞ്ഞതാന്ന്. എന്നിട്ട് ഇപ്പോഴോ? എന്നാലും ഒരു പെണ്ണ് ഇത്രയും ആണുങ്ങളെ പറ്റിക്കാന്ന് പറഞ്ഞാല്? പറ്റിക്കപ്പെടാൻ ആണുങ്ങൾ നിന്നു കൊടുത്തിട്ടല്ലേ. പെണ്ണുരുമ്പിട്ടാലെന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ടായതേ വെറുതെ അല്ല. പക്ഷേ അവളുടെ വേഷം കെട്ട് എന്റെ അടുത്ത് നടന്നില്ലല്ലോ. എങ്ങനെ? എന്റെ മോഹനേട്ടൻ സാധാരണ ആളല്ലല്ലോ. പുലിക്കുട്ടിയല്ലേ, പുലിക്കുട്ടി. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. എനിക്കത് നേരത്തെ മനസ്സിലായതാ. ഈ കണ്ടതൊക്കെ ഒരു തമാശയാണെന്ന് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ കിട്ടിയ പത്രമൊന്ന് മനസ്സിരുത്തി വായിക്കണമെന്ന് അപേക്ഷ. വെള്ളരിക്കാപട്ടണത്തിൽ പോലും നടക്കാത്ത വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ഉട്ടോപ്പിയായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയെങ്കിലും ചെയ്തു വച്ചാലേ മനസമാധാനം കിട്ടൂ എന്നതുകൊണ്ട് ചെയ്തു പോയതാണ്. കൂടുതൽ വിചിത്രമായ കാര്യങ്ങളുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.